ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ആ വലിയ ട്വിസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു പ്രൊമോ ആട്ടോ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനസയും വരുണും കൂടി ഇപ്പോഴത്തെ അനിരുദ്ധൻ വരുമെന്ന് പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ തക്ക സമയത്ത് അയാൾ വാക്ക് പാലിക്കുകയും ചെയ്തു, വരികയും ചെയ്തു കേട്ടോ. അങ്ങനെ ഇവിടെ ഒരു ലഹരി മരുന്ന് ഒരാളുടെ കൈവശമുണ്ട്, ഇവിടെ സെർച്ച് ചെയ്യണം, അത് കൃഷിൻ്റെ കൈവശമുണ്ടെന്നാണ് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത് എന്ന രീതിയിൽ വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ കൃഷിന് ഞങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്യണം എന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേന് സുജുവും അതുപോലെ സാഗറും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത് നമുക്ക് പറയുമ്പോൾ, ഉണ്ട് മാഡം, ഇവിടെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് സെർച്ച് ചെയ്തേ പറ്റൂ, കൃഷിനെ മാത്രമല്ല ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും ഞങ്ങൾക്ക് സെർച്ച് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ ബലരാമൻ പറയുന്നുണ്ട്, എൻ്റെ അനിയനെ സെർച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഇവിടെ ആരെയും നിങ്ങൾ അതിന് സമ്മതിക്കില്ല ഞങ്ങൾ എന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും വാശി പിടിക്കുന്ന സമയത്ത് സാഗർ പറയുന്നുണ്ട്, വേണ്ട മോനെ എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ കൃഷ്ണന് ദേഷ്യം വരുന്നുണ്ട്, എന്താടാ നീ ഈ ഒരു ഫംഗ്ഷൻ അലമ്പാക്കാനായിട്ട് വീണ്ടും വന്നിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുന്നുണ്ട്. ഇത് കാണുന്ന വരുണിനൊക്കെ നല്ല സന്തോഷമാവുന്നുണ്ട്. പക്ഷേ കൺമണിക്ക് അറിയാലോ, കൺമണി ഒരു വലിയൊരു പ്ലാൻ അവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തന്നെ കൺമണി പറയുന്നുണ്ട്, സർ എന്തിനാ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യം, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, അവർ സെർച്ച് ചെയ്യട്ടെ, എന്നെ വേണമെങ്കിൽ സെർച്ച് ചെയ്തോളൂ, ഇവിടെ എല്ലാവരെയും സെർച്ച് ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ കൺമണി. അപ്പോഴത്തേനും മാനസ്യം പറയുന്നുണ്ട്, അത് ശരിയാണ്, കൃഷ്ണനെ സെർച്ച് ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാവരും സെർച്ച് ചെയ്യുന്നതിനെ കൊണ്ട് ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൃഷ്ണനെ സെർച്ച് ചെയ്യണം. അങ്ങനെ കൃഷ്ണനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ മയക്കുമരുന്ന് ഒന്നും തന്നെ ഇല്ല. പക്ഷെ കൺമണിയും സെർച്ച് ചെയ്യാൻ കൊണ്ടുപോകുന്നു, അവരുടെ കൈവശമില്ല, എന്നെയും വേണമെങ്കിൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് മാനസം മുന്നിട്ട് ഇറങ്ങുക കേട്ടോ ചെയ്യുന്നത്. പക്ഷേ അവിടെയാണ് ടെസ്റ്റ്. പക്ഷെ മാനസയുടെ എന്തായാലും കയ്യിൽ നിന്ന് തന്നെ ആ ഒരു ലഹരി പിടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മാനസ പോലും അറിയാതെ കൺമണി അത് വെച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഇത് അമ്മായിക്കും അതുപോലെ കൺമണിക്കും നല്ല സന്തോഷമാണെന്ന് ബാക്കി എല്ലാവർക്കും അത് മനസ്സിലായിട്ടില്ല ഇപ്പോൾ എന്താ അവിടെ നടന്നതെന്നുള്ളത്. എന്നാലും വരുണൊക്കെ ആകെ സ്തംഭിച്ച് നിൽക്കുന്നതായിട്ടാണല്ലോ കാണിക്കുന്നത്. എന്തായാലും നാളെ നല്ലൊരു എപ്പിസോഡ് വിശേഷമായിട്ട് കാണാം കേട്ടോ.